കേരളത്തിലെ ആളുകൾ എത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുകയാണെന്നും തമിഴ്നാട്ടുകാർ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരുവിലെത്തി സ്ഫോടനം നടത്തുകയാണെന്നുമാണ് ശോഭാ കരന്തലജെ പറഞ്ഞത്. കർണാടകയിൽ കോൺഗ്രസ് എംഎൽഎമാർ നിയമസഭയിൽ പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുകയാണെന്നും അവർ ആരോപിച്ചു. ബംഗളൂരു നഗരത്തിലെ അൾസൂരി പള്ളിക്ക് മുന്നിൽ നിസ്കാര സമയത്ത് പാട്ടുവെച്ചതിന്റെ പേരിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെടുത്തിയാണ് ശോഭാ കരന്തലജെ വിദ്വേഷ പരാമർശം ഉന്നയിച്ചത്. പരാമർശങ്ങൾ വലിയ വിവാദമാവുകയും കടുത്ത വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. ശോഭയുടെ പരാമർശത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും രംഗത്തു വന്നു. ജനത്തെ വിഭജിക്കാനുള്ള നീക്കം അപലപനീയമെന്ന് സ്റ്റാലിൻ പ്രതികരിച്ചു. പരാമർശത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും നീക്കം നടക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് പരാമർശം പിൻവലിക്കുകയും മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തത്. ചില ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലാണ് ശോഭ വിദ്വേഷ പരാമർശം നടത്തിയത്. അതേസമയം കേരളത്തിനെതിരെ നടത്തിയ പരാമർശം പിൻവലിച്ചിട്ടില്ല. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.